ഇന്ന് കാച്ചി എണ്ണയാണ് ഉണ്ടാക്കുന്നത്. നെല്ലിക്ക, കറിവേപ്പില, കറ്റാർവാഴ, കുരുമുളക്, ഉലുവ, ചെമ്പരത്തിപ്പൂവ് ഇത്രയാണ് വേണ്ടത്. പിന്നെ വെളിച്ചെണ്ണ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. അതൊരു 1.5-2 ലിറ്റർ കാണും ഏകദേശം. പിന്നെ അതിലേക്ക് നമുക്ക് ചെമ്പരത്തിപ്പൂവ് ഇടാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കുരുമുളകും കൂടെ ഇട്ടേക്കാം. എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അപ്പോൾ അതിൽ കുരു കളഞ്ഞിട്ട് നെല്ലിക്കയും പിന്നെ കറ്റാർവാഴ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ലിക്വിഡ് ഇതുണ്ടാവുമല്ലോ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്രൈൻഡായി കിട്ടും. പിന്നെ തുളസി ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി, തുളസി ഇടുന്നുണ്ട്. പിന്നെ കറ്റാർവാഴ ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ചെറിയ ജാറിൽ നമുക്കൊന്ന് കംപ്ലീറ്റ് ഭയങ്കരമായിട്ട് അരയണമെന്നില്ല, ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. കറി ലീവ്സും ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്നെങ്കിൽ സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒരുമിച്ച് ഇതുപോലെ ആയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. അതായത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇതുപോലെ ഇൻഗ്രീഡിയൻസ് ഇട്ടുകൂടാം. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നിങ്ങനെ പതച്ച് പൊന്തും. അപ്പം നേരത്തെ നമ്മളിതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കാം. അപ്പം അങ്ങനെ പതച്ച് പൊന്തില്ല. അത് ചൂടായി വരുമ്പോഴേക്കും കുറേയൊക്കെ വാട്ടർ എവോപ്പറേറ്റ് ചെയ്ത് പോകും. എന്നിട്ട് ഇനി ആദ്യം കുറച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം, പിന്നെ മീഡിയം ടു അല്ലെങ്കിൽ ലോ അത് അങ്ങനെ ചെയ്താൽ മതി. ഫുൾ ഹൈ ഫ്ലെയിമിൽ കുറച്ച് കഴിയുമ്പോഴേക്കും വേണ്ട. ഇനി ഇത് കണ്ടോന്ന് ഇപ്പം നന്നായി പതച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ടൈം കൂടുന്തോറും ഈ പതച്ച് വന്നതൊക്കെ സെറ്റിൽ ഡൗൺ ആവും, പതക്കില്ല. അപ്പം വാട്ടർ കണ്ടൻറ്റ് കുറയും തോറും ആ ഒരു പതയ്ക്കുന്നത് നിൽക്കും. എന്നിട്ട് ഇതിൽ അവസാനം ഒരു 20-25 മിനിറ്റ് വേണം കേട്ടോ. അത് കഴിഞ്ഞ് ഇതാണ് അതിൻ്റെ പാകം. നമ്മൾ കറി ലീവ്സ് എടുത്ത് ജസ്റ്റ് ഒന്ന് കയ്യിലിങ്ങനെ ആക്കുമ്പോൾ പൊടിഞ്ഞു വരണം. പക്ഷേ നമ്മളതിൽ കറ്റാർവാഴയൊക്കെ ഇട്ടതുകൊണ്ട് ചില പീസസ് ഉണ്ടല്ലോ അതങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് കൂടുതൽ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റും വേണ്ട, ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് പിന്നെ ഇതിന് നല്ല ചൂടുണ്ടല്ലോ. പിന്നെ അടികട്ടിയുള്ള പാത്രത്തിലില്ലേ, അതുകൊണ്ട് നമ്മൾ ഇറക്കി വെച്ചാൽ ആ ചൂടിലായിക്കോളും. അത്രയേ ഉള്ളൂ. ഇത് സിമ്പിളാണ്. ഇനി നമുക്ക് ഇതൊന്ന് അരിപ്പയിൽ അരിച്ചെടുത്ത് കുപ്പിയിലാക്കാം. മുടി കൊഴിയില്ല, വളരുകയും ചെയ്തോളും.